പരലോകത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ദാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ നിന്റെ ദാസന്റെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ പ്രഭുത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശീനിയാകുന്നു. ജീവനെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരണം വരുമരുണാൻ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമരുണാൻ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. മർത്യാനി, എന്തിനു കരയുന്നു വ്യാകുലമാനസനായ, എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറിഞ്ഞിളകും കടൽ പോലെ. മരണം കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താന്യരും പകയോടെ സദതമലർത്തുമർത്യാനി, കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതീനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിയാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ.
എന്നുമെന്നേക്കും. സഹജന്മാരേ, സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പൂവും നേരം സ്നേഹാർദ്രതയാൽ നിൻ പ്രിയജനമേ അനുദിനമലിവോടോർത്തണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ലം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈയുടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
സാമ്യമായതൊന്നുമേ ഇല്ല മണ്ണിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകിയില്ല ദൈവമേ. സദാ നയിക്കുവിൻ തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാപിങ്ങൾ എന്നെയും സ്മരിക്കണേ. സ്നേഹമുള്ളോട് ചെയ്യുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. പ്രാർത്ഥന ആരംഭിക്കുകയാണ്. യേശുവിനെ ഒരു കൂടി ദൈവകരങ്ങൾ സമർപ്പിക്കാം. തന്റെ വിശ്വാസം വ്യക്തിയുടെ വിധാനമായി സഹോദരൻ കീഴിലുള്ള ഒഴിവുകളോട് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ സഭയോട് ചേർത്ത് വിശ്വാസം വളർത്തുവാനായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും ആദരവും ഇവിടെ അനുസരിക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ നമ്മുടെ നിലയിൽ അങ്ങനെ ദിവസം പ്രവർത്തിക്കുന്നു. അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായി പ്രവർത്തിക്കുന്നു. പിന്നെ പല ദിവസങ്ങളിലും സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും മക്കളെയും ആദരവും അനുസരിച്ചുകൊണ്ട് നമുക്ക് യാത്ര പ്രാർത്ഥിക്കാം. യാത്രമായിട്ടുള്ള എല്ലാവരും ഈ സമയം അർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷകൾക്ക് നമുക്ക് പങ്കുചേരാം. അവരോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ും ജീവനമോ ശരണവും അവൻ ശബ്ദമേറിയപ്പോൾ ഭൂമി മുഴങ്ങി. നിശിതാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറകളും മൃദുടനെ എഴുന്നേൽക്കും. ഞാൻ ദൈവപ്രാന്തിക്കും അഭയം കുറിച്ച് കണ്ടവർ അവസാനം വിധിവിടനാളിൽ കൈവരുവാനന്ദം. പ്രകാശിച്ചു മേഘത്തിൽ നാശനങ്ങളും മൃഗത വിളിക്കും ജീവനവർക്കേതും. പ്രകാശം
മണിക്കും അതിലുള്ളവരോ നാടകങ്ങൾ പാടും പുനരുത്ഥാനം മരണമോലും കൈകളിലല്ലോ നിന്നെ ഭവിക്കുന്നു സമാധാനം ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രകടനത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. പരിചിതമായ പരിപാലനങ്ങൾ ആരാധിക്കുന്നതിനാൽ നിങ്ങളുടെ കടകളാക്കി വീണ്ടും ജീവിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ നോക്കുമണിക്കുന്നു. ജീവനേയും നാമത്തിനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ ഭവനമേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസാവൂടെ എന്നെ വിശുദ്ധീകരിക്കുകയും ഉദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചെലുത്തുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവാലയത്തെ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയമാലകമായ പുരോഹിതരെ ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് മറ്റ് വൈദികർക്കും സിസ്റ്റേഴ്സിനും നാട്ടുകാരായ എല്ലാവർക്കും ചക്കാരി കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം എല്ലാവർക്കും രാത്രി അറിയിക്കുന്നുണ്ട്. അതിനുശേഷം 5-10 മിനിറ്റുകൾക്ക് ശേഷം പള്ളിക്കകത്ത് വെച്ച് മക്കള പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ് എന്ന് വിചാരിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ സാധനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാനെൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരേ അരുതേയം. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിന്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം സാധനോടൊപ്പം ഞാൻ. ഈ ശരീരത്തിന് നിന്റെ ദൈവത്തിനുണ്ടാമത്തെ ആകുലം വരെ വിഷം നൽകേണ്ട കവരുടെ നീ ആശ്വസിക്കണമേ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം സ്വഭാവയുടെ നീ എന്നെ തളിക്കുക, ഞാൻ മരണനാകും. അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ യാത്ര കീർത്തിക്കും. ആരാധിച്ചു വണങ്ങുന്നു, പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൂഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യന് ഭാഗ്യം. വരകളിലേക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുഷ്യനു ഭാഗ്യം. ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിപുത്രന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നിജമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്വർഗത്തിന്റെയും നാഥനും ദൈവം തന്നെ നീതിമാന്മാർ വിശുദ്ധരോടും കൂടെ കൃഷ്ണമായ മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗമാകുന്ന അവസരത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മൾ വേർപിരിഞ്ഞു പോയ മിശിഹായുടെ മൗലീശ്വരത്തെ അംഗത്തെ അനുഗമിക്കുകയും വിമല സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത ആളുകൾ എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ
യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീതിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലിയെന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാ കടപ്പാടുകൾ. നിങ്ങളും ശവമഞ്ചം പേറുക, എന്നെ ദൈവത്തിനേകുക. എന്റെ ജീവന്റെ ജീവനാകുന്ന മക്കളെ പോയിടട്ടെ ഞാൻ. എന്റെ പ്രാണന്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം. വിടരും മുൻപങ്ങ് വാടും പൂമുട്ട് പോലവേ ഞാനും പോകുന്നു. യൗവനത്തിൽ ഞാൻ പോകുന്നതോർത്ത് നൊന്തു നീറേണ്ടൻ പ്രിയരേ. സ്വർഗസിയോനിൽ ഞാനീയൊരു സുന്ദര സുനമാകട്ടെ. സ്വർഗതാതന്റെ നീതി ഭൂവിലെ വാസകാല അഗ്രാഹ്യമായി. പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ. പ്രായമേറിയ കാലത്ത് വീട്ടിൽ
സ്ഥാനമില്ലാതായി തീർന്നപ്പോ ഒന്നു മക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു. ഒന്നു മക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു. മക്കൾ പോലും മറന്നല്ലോ എന്ന് ഓർത്തു കണ്ടു. ഇതിലെ ആശിപ്പിക്കുവാനും ബലഹീനരെ ശക്തിപ്പെടുത്തുന്നതുമായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യാനന്ദത്തിലുള്ള പ്രതീക്ഷയോടുകൂടി ഭരണം പ്രാർത്ഥിക്കുന്ന സഹോദരന്റെ ആത്മാവിലേക്ക് ആശ്വാസം വിധാനം ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാമനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പ്രിയപ്പെട്ടവരുടെ ഒരുപാട് ദുഃഖാതിരായിരിക്കുന്നവരുടെ ഈ ദാസനെ കാണിച്ചിരിക്കണമേ. അവരുടെ ആശാകാന്തിക്കുവാൻ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയായവരെ രേഖപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാമനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കരുണാനിധിയാകർത്താവേ ദാസനു നൽകണമുന്നതമോഹന പറുദീസായി വിജയകിരീടം. കരുണാനിധിയാകർത്താവേ വിജയകിരീടം. മാനവരെല്ലാം അന്തിമനായി നിത്യവിധിക്കായി വാതിലുയർന്നു പറന്നു വരുന്നു. വിജയം നേടിയ തലയർക്കെല്ലാം ജയമുടി നൽകാൻ കരവീതിയിൽ നീ അണയുന്നോ. ജീവിതകാലത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും ആരുടെ ആത്മാവിനെ കരുണീഷിക്കുകയും ചെയ്യണമേ. അവസാനത്തിന് പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ അനുഗ്രഹിക്കണമേ. കാരണവാനായ ദൈവമേ, സംഗീതത്തിനങ്ങളും പ്രാർത്ഥനാഗീതങ്ങളും ആലപിച്ചുകൊണ്ട് ഈ സംസ്കാര കർമ്മത്തെ സംബന്ധിച്ച വൈദികരെയും മറ്റു വിശ്വാസികളെയും അനുഗ്രഹിക്കണമേ. മറ്റു ആളുകൾക്കും മിത്രാദികളെയും കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. അങ്ങയുടെ ദൃശ്യമരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഫലങ്ങൾ അവർ അനുഭവിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ അനുഗ്രഹിക്കണമേ. ദുഷ്മരണം വഴിയായ മരണത്തെ കീഴടക്കി മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം നേടിയവരെ സ്വർഗത്തിന് അവകാശികളാക്കി നമ്മെ സംരക്ഷിക്കട്ടെ. പാപത്തിന് മനുഷ്യരായ സ്വർഗത്തിന് ലക്ഷ്യമായി ജീവിക്കുവാൻ അവിടെ നമ്മെ സഹായിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വീട്ടിൽ വെച്ച് മന്ത്രായം ഉണ്ടായിരിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഇനി മുതൽ കുടുംബത്തിലെ മൂത്ത മകനാണ് അതിനുള്ള അവകാശവും അതിനുള്ള സ്വാതന്ത്ര്യവും. അപ്പോൾ ഒരേ ഫലത്തിൽ നിന്ന് മക്കളെല്ലാവരും തങ്ങളുടെ ജീവിതാവസാനം വരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഭക്ഷിച്ച് ജീവിക്കണം എന്നതിൻ്റെ സാദൃശ്യത്തിലാണ് അല്ലെങ്കിൽ ഒരു കരികിൽ നിന്ന് എല്ലാവരും മൂത്ത മകൻ ആദ്യം സ്വീകരിച്ചു കഴിഞ്ഞ് മറ്റു മക്കൾക്ക് എടുത്തു കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. മക്കളെല്ലാവരും ഒരുമയോടെയും സ്നേഹത്തോടെയും പരസ്പര സഹായിച്ചും പരസ്പരം വിശ്വസിച്ചും ജീവിക്കാൻ എപ്പോഴും ചാക്കോച്ചേട്ടൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും നമ്മോടൊപ്പം ഉണ്ടാകും. അതോടൊപ്പം തന്നെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ഥാനം നമ്മൾ കൊടുക്കുകയും അദ്ദേഹത്തെ പോലെ കാണുകയും ചെയ്യേണ്ടത് മൂത്ത മകനാണ്. അതുകൊണ്ടാണ് സാധാരണ നമുക്കറിയാം എപ്പോഴും എന്താ നടത്തുമ്പോൾ ആദ്യം എടുത്തു കൊടുക്കുന്നത് മൂത്ത മകൻ്റെയിലാണ്. ആ ഒരു സ്വാതന്ത്ര്യവും ആ ഒരു ചിന്തയും നമ്മൾ ഈ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ നമ്മുടെ കുടുംബത്തിനുണ്ടാകണം എന്നിവിടെ നോക്കുന്നു. എന്റെ ഭാഗത്തു എപ്പോഴെങ്കിലും നിന്ന് വന്നെങ്കിൽ പൊറുക്കണേ. പൂക്കളേന്തിയൻ അന്ത്യയാത്രയിൽ നിങ്ങളും വന്നു കൂടണേ. ഇട ചൊല്ലും എന്റെ
വീടിനോടുമെൻ നല്ലൊരാമയൽക്കാരോടും എന്നെ നന്നായറിഞ്ഞു സ്നേഹിച്ച എല്ലാവർക്കുമെൻ വന്ദനം. എന്നെ ഓർത്തിനി കേഴല്ലേ മേലിൽ കാണുമങ്ങല്ലേ പ്രത്യാശ. ഓർത്തുകൊള്ളുക നിങ്ങളും നാളെ കൂടെ പോരേണ്ടോരാണെന്ന്. പുനരുത്ഥാനവും ജീവനുമാം നാഥൻ എന്നെ തേടി വരുന്നിതാ. രക്ഷിക്കപ്പെട്ടോർക്കുള്ള പൊന്നോടി കർത്തൻ നീട്ടുന്നെക്കായി. ലോകമേ എൻ്റെ ഗേഹമേ